ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ ISRO യുവിക 2026 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 27 സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് 31 വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ വിൻഡോ എന്ന് പറയുന്നത്. സോ ISROയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങളത് കയറി കാണുക. എന്നിട്ട് ആ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, എങ്ങനെ ISROക്ക് അപ്ലൈ ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ISRO യുവികയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് അതിന് ശേഷം ഇവിടെ യുവികയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യുവിക 2026 അനൗൺസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് അപ്ലൈ ഫോർ യുവിക രജിസ്ട്രേഷൻ ഒക്കെ കാണാം. താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യുവികയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ യുവിക രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിൻഡോ അവിടെ ഓപ്പൺ ചെയ്ത് വരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായതുകൊണ്ട് താഴെ ലോഗിൻ്റെ താഴെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഫോം ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുക, യെസ്, അവിടെ നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. യെസ്, ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമും ഓപ്ഷനിലാണ്. അതേപോലെ മെയിൽ, നിങ്ങളുടെ മെയിൽ എന്താണോ ആ ഒരു മെയിൽ അവിടെ കൊടുക്കുക. അതേപോലെ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. പക്ഷേ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യണം, യൂസ് അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് എങ്കിലും വേണം. യൂസ് എ മിക്സ് ഓഫ് ലെറ്റേഴ്സ്, അപ്പർ കേസ് ലെറ്റേഴ്സ് വേണം, ലോവർ കേസ് വേണം, നമ്പേഴ്സ് വേണം, അതേപോലെ സിമ്പിൾസ് വേണം. സോ അതെല്ലാം കൂടെ കൊടുത്തിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുക. അവരുടെ ഗൂഗിളിൻ്റെ തന്നെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ആ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. യെസ്, ഞാൻ റാൻഡായിട്ട് കുറച്ച് വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ പാസ്വേഡ് കൺഫർമേഷൻ എന്നുള്ളടത്ത് ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ആ സെയിം പാസ്വേഡ് തന്നെ ആ കൺഫർമേഷനിലും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യെസ്, നിങ്ങളുടെ കൺട്രി, സെലക്ട് കൺട്രി എന്നുള്ളടത്ത് ഇന്ത്യ എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. സോ കൺട്രി സെലക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ് ഏതാണോ സ്റ്റേറ്റും നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാപ്ച ഇമേജ്, ഇവിടെ ഈ ഒരു ഇമേജിൽ കാണുന്ന സെയിം എന്താണ്, നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് അതേപോലെ അടിക്കുക, ലെറ്റേഴ്സ് ആണെങ്കിൽ അതേപോലെ അടിക്കുക. അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ഒക്കെ അതേപോലെ തന്നെ അപ്പർ കേസ് ആണെങ്കിൽ അപ്പർ കേസ് അടിക്കുക. ഇവിടെ ഇപ്പോൾ 16J43X അത് അതേപോലെ അടിച്ചാൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വിൻഡോ അവിടെ നിന്ന് വരും. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക്, നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ആ മെയിൽ ഐ ഡിയിലേക്ക് ISROയുടെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു മെയിൽ ഐ ഡിയിൽ കയറിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അക്കൗണ്ട് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. യെസ്, ഇപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ തന്നെയുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ്, നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ അവിടെ ഇമെയിൽ അഡ്രസ്സ് എന്നുണ്ട്, അവിടെ നിങ്ങളിപ്പോൾ കൊടുത്ത മെയിൽ അഡ്രസ്സ് ഏതാണോ അതവിടെ കൊടുക്കുക. താഴെ നിങ്ങൾ ഏത് പാസ്വേഡാണോ കൊടുത്തത് അത് കൊടുക്കുക. യെസ്, ഞാൻ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ അവിടെ ക്യാപ്ച എന്താണോ കൊടുത്തിട്ടുള്ളത് ആ ക്യാപ്ചയിലുള്ളത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്തു. യെസ്, അപ്പോൾ അവിടെ എൻ്റെ ISRO യുവിക എൻ്റെ സൈറ്റിൽ ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി എന്ത് ചെയ്യാം, ഞാനൊന്നുകൂടെ യെസ് അപ്ലൈ ഫോർ യുവിക ഒന്നും കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് യുവിക എന്ന് കാണാം, അവിടെ പോയിട്ട് അപ്ലൈ ഫോർ യുവിക കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതേപോലൊരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു രജിസ്ട്രേഷൻ സ്റ്റെപ്സിൽ എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ക്വിസ് ഉണ്ട്, അതേപോലെ അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു ഫൈനൽ സ്റ്റേജും ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് 5 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ക്വിസ് എടുക്കണം. അപ്പോൾ ക്വിസ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് നിങ്ങൾ കയറി കാണാം, ക്വിസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് വരുന്നത് എന്താണ്, ക്വിസാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ക്വിസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ജോയിൻ ക്വിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ജോയിൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ്, നേരത്തെ കൊടുത്ത സെയിം ലോഗിൻ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കൊടുക്കണം. യെസ്, ഓക്കെ, ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ക്യാപ്ചയിലുള്ള ഫുൾ ക്യാരക്ടേഴ്സും മുഴുവനായിട്ട് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്വിസിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവിക ഓൺലൈൻ ക്വിസ്, പാർട്ടിസിപ്പേറ്റ് ഇൻ ക്വിസ് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദർ വിൽ ബി ടോട്ടൽ ഓഫ് 30 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് സെക്ഷൻസിലായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്വിസ് ഉള്ളത്. അതിൽ തന്നെ പോസിറ്റീവ് മാർക്സ് നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആ യുവികൻ്റെ ക്വിസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ ക്വിസ് എടുക്കുമ്പോൾ റിമെമ്പർ ചെയ്യേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സോ ഇവിടെ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം യുവിക ക്വിസ് 2026 എന്ന് പറഞ്ഞ താഴെ ഒരു ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ആ ക്യൂസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും, അറ്റംപ്റ്റ് ക്യൂസ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അറ്റംപ്റ്റ് ക്യൂസ് നൗ കൊടുക്കുക. സ്റ്റാർട്ട് അറ്റംപ്റ്റ്. Your attempt will have a time limit of 30 minutes. When you start, the timer will begin to count down and cannot be paused. You must finish your attempt before it expires. Are you sure you wish to start now? Yes, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് ആണ് ക്യൂസ് എടുക്കാനായിട്ട് ഉണ്ടാവുക. ആ 30 മിനിറ്റിൽ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്യാനൊന്നും പറ്റില്ല. ആ 30 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്യൂസ് അറ്റംപ്റ്റ് ചെയ്ത് തീർക്കണം. സോ ഞാനിവിടെ സ്റ്റാർട്ട് അറ്റംപ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്നെ ഒരു ക്വിസിൻ്റെ വിൻഡോയിലേക്ക് പോകുന്നത് കാണാം. ക്വിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 സെക്ഷൻസിലായിട്ടാണ് ആ ക്വിസ് നടക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ക്വിസിൽ ഓരോ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ 3rd നിന്ന് നേരെ 9th ക്വസ്റ്റ്യനിലേക്ക് ഇല്ല, ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്വിസ് ഇതേപോലെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. സെക്ഷൻ ബിയും സെക്ഷൻ സിയും ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ കറക്റ്റായിട്ട് ഓരോ ക്വിസും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ലാസ്റ്റ് ഫിനിഷ് അറ്റംപ്റ്റ് എന്നുണ്ട്. ആ ഫിനിഷ് അറ്റംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ആൻസർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ടു അറ്റംപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. തിരിച്ചു പോയിട്ട് ഇനിയും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ടു അറ്റംപ്റ്റിലേക്ക് പോയിട്ട് എഗെയിൻ എവിടെ വെച്ചാണോ നിങ്ങൾ ഫിനിഷ് അറ്റംപ്റ്റ് കൊടുത്തത്, ഏത് ക്വസ്റ്റ്യനിലാണോ ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ച് പോകുന്നതായിട്ട് കാണാം. സോ ഞാനിവിടെ ഫിനിഷ് അറ്റംപ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ അതിലും എന്ത് ചെയ്യുക, സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്രയാണ് ഇവിടെ സ്കോർ കിട്ടിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഗസ് ചെയ്ത് ആൻസേഴ്സ് ആണ്, സ്കോറൊന്നുമില്ല. അപ്പം എത്ര സ്കോർ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യാം, ക്വിസ് കഴിഞ്ഞ ശേഷം റിട്ടേൺ ടു യുവിക എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ നേരത്തെ യുവികേൻ്റെ സൈറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളെ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ, ഇപ്പോഴും ക്വിസിൻ്റെ ആ ഒരു സെക്ഷനിലാണ് കിടക്കുന്നത്. ഒന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ക്വിസിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്കൂൾ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സയൻസ് ഫെയറിലോ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു വിൻഡോയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ നെയിം ആൻഡ് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് 2004 ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് കൊടുക്കുന്നതാണ്. ജൂൺ 18. നിങ്ങളുടെ ജെൻഡർ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്ന് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുക. ആൻഡ് നിങ്ങൾ 9th സ്റ്റുഡൻ്റ് ആണ്. സോ 9th എന്നുള്ള ക്ലാസ് 9th എന്ന് കൊടുക്കുക. സ്കൂൾ ഡീറ്റെയിൽസ്, സ്കൂൾ നെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. ഞാൻ റാൻഡമായിട്ട് ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് സ്കൂള്, കേരള കൊടുക്കുക. സ്കൂളിൻ്റെ പിൻകോഡ് അവിടെ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ആൻഡ് സ്കൂളിൻ്റെ ലൊക്കേഷൻ റൂറൽ ആണോ അർബൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. റൂറൽ ആണെങ്കിൽ റൂറൽ കൊടുക്കുക. അതായത് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലാണ് എന്ത് വരിക, റൂറലായിട്ട് വരിക.
മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അർബൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക റൂറൽ ആണോ അർബൻ ആണോ എന്ന്. സോ എന്നിട്ട് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. നെയിം ഓഫ് പഞ്ചായത്ത്, റൂറൽ ആണെങ്കിൽ നെയിം ഓഫ് പഞ്ചായത്ത് അവിടെ കൊടുക്കാനുണ്ട്. അതേപോലെ ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ക്ലാസ് 8, ക്ലാസ് 8ൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയിട്ടുണ്ട് അതിവിടെ കൊടുക്കുക. ഞാൻ സപ്പോസ് 90 ടോട്ടൽ മാർക്സ് ഇൻ ക്ലാസ് 8 90 ഔട്ട് ഓഫ് 100 എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ 8ൻ്റെ മാർക്ക് അത് ക്ലാസ് 8ൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്കാണോ കിട്ടിയത് അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതേപോലെ സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, ഏത് ലെവലിലാണോ, സ്കൂൾ ലെവലിലാണോ ഡിസ്ട്രിക്ട് ലെവലിലാണോ സ്റ്റേറ്റ് ഓർ എബോവ് ആ ലെവലിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ സയൻസ് ഫെയറിൽ സ്കൂൾ ലെവൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പോർട്സിൽ ഞാൻ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനിയൊന്നും നിങ്ങൾ സയൻസ് ഫെയറിലും അല്ലെങ്കിൽ സ്പോർട്സിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്ഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ സയൻസ് ഒളിമ്പ്യാഡ്, അതേപോലെ സയൻസ് കോമ്പറ്റീഷൻസ് ആൻഡ് ഇക്വാലൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒളിമ്പ്യാഡ് പോലെ എക്സാംസിനോ അല്ലെങ്കിൽ സയൻസ് കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. യെസ്, അതേപോലെ ആർ യു എ മെമ്പർ ഓഫ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC NSS പോലെയുള്ള സ്കൗട്ടിലും ഇതിലൊക്കെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ സ്പെസിഫൈ ചെയ്യാത്ത ഏതെങ്കിലും കോമ്പറ്റീഷൻസിനോ എന്തിനെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. യെസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒളിമ്പ്യാഡ് ആൻഡ് സയൻസ് കോമ്പറ്റീഷൻസ് ആൻഡ് ഇക്വാലൻ്റ് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ഇത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ ഞാനിപ്പം യെസ് ഡിസ്ട്രിക്റ്റ് പോയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ഫസ്റ്റ് എന്ന് കൊടുക്കുകയാണ് ഞാൻ. നിങ്ങളുടെ റാങ്ക് അവിടെ കൊടുക്കാനുണ്ട്. ഒളിമ്പ്യാഡ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യാണ്. ഒളിമ്പ്യാഡ് ആൻഡ് NCC NSS ഒക്കെ നോ കൊടുക്കുകയാണ്. യെസ്, എന്നിട്ട് താഴെ കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഐ കൺഫേം ദാറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ മീ ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ്, അപ്പോൾ പഞ്ചായത്തിൻ്റെ ഫീൽഡിൽ ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. യെസ്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അടുത്തൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. യെസ്, നെയിം ഓഫ് പാരൻ്റ് കൊടുക്കാനുണ്ട്, അതും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നുണ്ടാവില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് സ്റ്റക്കായിട്ട് നിങ്ങൾ അവിടെ നിൽക്കും. യെസ്, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ എനിക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ യുവിക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോം അവിടെ വന്നിട്ടുണ്ട്. യെസ്, ഇനി ഈ ഒരു ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് കാണാം സിഗ്നേച്ചർ ഓഫ് പാരൻറ്റ് ഓർ ഗാർഡിയൻ, അതേപോലെ തന്നെ സിഗ്നേച്ചർ വിത്ത് സ്റ്റാമ്പ് ഓഫ് പ്രിൻസിപ്പാൾ, ഹെഡ് ഓഫ് സ്കൂൾ ഓർ ഡയറക്ടർ വിത്ത് ഡേറ്റ്. അപ്പോൾ ഇങ്ങനെ 2 സിഗ്നേച്ചേഴ്സ് നിങ്ങൾ ആ ഒരു പേപ്പറിൽ വാങ്ങിക്കാനുണ്ട്. സോ ഈ ഒരു പേപ്പർ ഇവിടെ പ്രിൻ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ പാരൻറ്റുമായിട്ട് ആദ്യം സൈൻ ചെയ്യിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണോ പ്രിൻസിപ്പളാണോ അവരുടെ സൈനും വാങ്ങിക്കേണ്ടതുണ്ട്. യെസ്, ഞാൻ പ്രിൻ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫോം ഡൗൺലോഡായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആ ഒരു ഫോം ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ സിഗ്നേച്ചർ വാങ്ങിക്കുക. സിഗ്നേച്ചർ വാങ്ങിച്ച ശേഷം ആ ഒരു ഫോം എവിടെ അപ്ലോഡ് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. യെസ്, ഇതാണ് അടുത്തൊരു സ്റ്റെപ്പ്. 4ാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. സർട്ടിഫിക്കറ്റ് ഫ്രം സ്കൂൾ പ്രിൻസിപ്പൽ സർട്ടിഫൈഡ് അപ്ലിക്കേഷൻ ഫോം. സോ ഇവിടെയാണ് നമ്മളിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഫോം സൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫയല്, നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ബാക്കി സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ വരുന്നുണ്ട്. ഞാൻ അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ്, യെസ് സയൻസ് ഫെയറിനും സ്പോർട്സിനൊക്കെ യെസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ആ ഒരു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സോ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ ഇവിടെ സ്പെസിഫൈ ചെയ്യാത്ത ഏതെങ്കിലും കോമ്പറ്റീഷൻസിനോ മറ്റോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റൊരു PDF ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഒളിമ്പ്യാഡ് ആൻഡ് അതർ ഇക്വാലൻ്റ് എന്നുള്ള ആ ഒരു സയൻസ് ഫെയർ ഇക്വാലൻ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാം. അഗെയിൻ ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് ആയിരിക്കും. ഇവിടെ ഓരോന്നിനും കൃത്യമായിട്ടുള്ള സൈസ് കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റഡ് ഫയൽ ഫോർമാറ്റ് സൈസ് എന്ന് പറഞ്ഞിട്ട് JPG, PNG ഫോർമാറ്റ്സേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 50 KB കൂടിയൊരു സൈസ് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ കൊടുക്കരുത്. അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റ്സിനും ഓരോ ഫയൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ആ ഒരു കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര സൈസ് വരെ മാക്സിമം പോകാം എന്നുള്ള കണ്ടീഷൻസ്. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾക്കത് കംപ്രസ് ചെയ്തിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ അതിനായിട്ട് അങ്ങനെ നിങ്ങൾ പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷനും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്മോൾ PDF അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ആ സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റുള്ള ഫയൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്രസ് PDF എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് എന്ത് ചെയ്യാം, ഏത് ഫയലാണോ എനിക്ക് കംപ്രസ് ചെയ്യേണ്ടത് ആ ഫയൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു വിൻഡോയിൽ കൊടുത്താൽ എനിക്ക് ആ ഒരു ഫയൽ കംപ്രസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ശേഷം ഞാൻ തിരിച്ചു വന്ന് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യെസ്, അപ്പോൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. യെസ്, ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് റാൻഡം ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്ലോഡ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ചിലപ്പം സൈസ് കൂടിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈസിൻ്റെ ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു വിൻഡോയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏത് ഫയലിലാണ് പ്രോബ്ലം ഉള്ളത്. അവിടെ പോയിട്ട് ഇനി ഫയൽ കംപ്രസ് ആയിട്ടില്ലേ അല്ലെങ്കിൽ ഫയൽ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടില്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യെസ്, അങ്ങനെ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും. യെസ്, ഇങ്ങനെ ആയിരിക്കും ഫൈനൽ ആ ഒരു സ്റ്റെപ്പിനുള്ള ഫൈനൽ സ്റ്റേജ് ആ ഒരു വിൻഡോ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ ഫോട്ടോ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഏതൊക്കെ ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ താഴെയുണ്ട്. അതിന് നേരെ ടിക്ക് മാർക്ക് ഉണ്ടാവും. സോ എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കുക. എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. ഫൈനൽ സബ്മിറ്റ് കൊടുത്ത ശേഷം ഫൈനൽ സബ്മിറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും, കൺഫർമേഷൻ കാണിക്കും, ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് എന്ന് ചോദിക്കും. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ്സ് ഒന്നും വരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. സോ എന്തെങ്കിലും എഡിറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൻ്റെ സ്റ്റേജിലേക്ക് പോയിട്ട് എഡിറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് പോയിട്ട് എഡിറ്റ്സ് വരുത്താം. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡും എല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് മാർച്ച് 31 വരെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും ആ ഡെഡ് ലൈനിലേക്ക് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു യുവികൈൻ്റെ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ 9th ഫ്രണ്ട്സിനോട് നിങ്ങൾ പറയുക യുവികൈൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുക. യെസ്, അപ്പം അതേപോലെ ഇനി ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ മേ ബി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൻ്റെ ആ ഒരു ടൈമിൽ കുറച്ച് സൈസിൻ്റെ ഇഷ്യൂ ഒക്കെ വരാം. അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. കംപ്രസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ യെസ്, കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള കോമ്പറ്റീഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ PDF ആയിട്ട് നിങ്ങൾക്ക് എവിടെ അപ്ലോഡ് ചെയ്യാം, ഒളിമ്പ്യാഡ് സയൻസ് ഫെയർ എന്നുള്ള ആ ഒരു ഇക്വാലൻ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അവിടെ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ 9th ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു.